ബിജെപി നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ട കേസിൽ 14 എസ്ഡിപിഐ പ്രവർത്തകർക്ക് വധശിക്ഷ അപൂർവ കുറ്റകൃത്യമെന്നാണ് സെഷൻസ് കോടതിയുടെ നിരീക്ഷണം. ഇത്രയധികം പ്രതികൾക്ക് ഒരുമിച്ച് വധശിക്ഷ ലഭിക്കുന്നത് കേരള ചരിത്രത്തിൽ ഇതാദ്യമായാണ്. ഈ കേസിൽ വഴിത്തിരിവായത് കേരള പോലീസിന്റെ പഴുതടച്ച അന്വേഷണമാണ്. ഷാജഹാൻ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ മാവേലിക്കരയിൽ നിന്നും ചേരുന്നുണ്ട്. ഷാജഹാൻ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയധികം പ്രതികൾക്ക് ഒരുമിച്ച് വധശിക്ഷ തന്നെ ലഭിക്കുന്ന ഒരു കേസ് അത് രാജ്യചരിത്രത്തിൽ തന്നെ അപൂർവമാണ് എന്ന് പറയേണ്ടി വരും. ഈ വിധി പ്രസ്താവം നടത്തിക്കൊണ്ട് അഡീഷണൽ സെഷൻസ് കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ? തീർച്ചയായിട്ടും ഈ കേസ് പ്രോസിക്യൂഷൻ്റെ വാദം പോലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായി തന്നെയാണ് കോടതി പരിഗണിച്ചത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ കോടതി നിരീക്ഷിച്ചത് അല്ലെങ്കിൽ കണ്ടെത്തിയത് 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക്, മൊത്തം ഈ കേസിൽ 15 പ്രതികളാണുള്ളത്, 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്നാണ് നേരത്തെ കോടതി കണ്ടെത്തിയത്. മൊത്തം 15 പ്രതികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ 2-3 പ്രതികൾക്ക് വധശിക്ഷ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സൂചനകളൊക്കെ തന്നെ മാധ്യമങ്ങൾക്കിടയിലും അതോടൊപ്പം തന്നെ അഭിഭാഷകർക്കിടയിലുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അപൂർവങ്ങളിൽ ഒരു അപൂർവം കേസായിട്ട് തന്നെ കോടതി തന്നെ പരിഗണിച്ചു. അതുകൊണ്ട് തന്നെ 1 മുതൽ 15 വരെയുള്ള പ്രതികൾക്കും വധശിക്ഷ കോടതി വിധിച്ചിരിക്കുകയാണ്. ഇതിൽ 14 പ്രതികളാണ് ഇന്ന് മാവേലിക്കര കോടതിയിൽ ഹാജരായത്. ഇതിൽ 14 പേരിൽ ഒരാൾക്ക് ഇന്ന് രോഗബാധിതനായതിനെ തുടർന്ന് കോടതിയിലെത്താൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് അടക്കം 15 പേർക്കും വധശിക്ഷയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. നേരത്തെ ഇത് സംഭവം 2021 ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലപ്പെടുത്തുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം SDPI നേതാവായിട്ടുള്ള ഷാനെ കൊലപ്പെടുത്തുകയുണ്ടായി. മണ്ണഞ്ചേരിയിൽ ഷാൻ കൊല്ലപ്പെട്ടു. ഈ ഷാൻ കൊല്ലപ്പെട്ടതിന് തൊട്ട് അടുത്ത ദിവസമാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടന്നത്. നേരത്തെ പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ്, ഇതിനെ അപൂർവങ്ങളിൽ അപൂർവമായി കാണാൻ കഴിയില്ല എന്ന് അദ്ദേഹം വാദിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോടതിയിലെത്തിയ പ്രതികളും ഇത് തന്നെ തങ്ങൾക്ക് കുടുംബമുണ്ട്, മക്കളുണ്ട്, ഒരു വലിയ ശിക്ഷയിലേക്ക് പോകരുതും എന്നൊക്കെ തരത്തിലുള്ള അവരുടെ വാദങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ തന്നെ പരിഗണിച്ച ശേഷമാണ് കോടതി ഇന്നിപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ 15 പ്രതികൾക്കും നേരിട്ട് പങ്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ 15 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഒരു പക്ഷേ അല്പം മുമ്പ് അഭിഭാഷകൻ പറഞ്ഞ പോലെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടത്തിയ കൃത്യമായിട്ടൊരു അന്വേഷണം, നമുക്കറിയാം മുഖം മൂടി ധരിച്ചെത്തിയ ആളുകൾ വളരെ കൃത്യമായിട്ട് പ്ലാനോടുകൂടി നടത്തിയ ഒരു കൊലപാതകം പോലീസിനെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ വളരെ വലിയ ഒരു തലവേദനയായിരുന്നു. പക്ഷേ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ മികവാണ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം കോടതിയിൽ എത്തിക്കാൻ കഴിഞ്ഞതും ആ കുറ്റപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഇത്ര വലിയൊരു ശിക്ഷ, അതായത് ഒരു പ്രതിക്ക് അപൂർവങ്ങളിൽ അപൂർവമായി നടക്കുന്ന ഒരു കേസിൽ കോടതി നൽകുന്ന പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ തന്നെ വിധിച്ചു. ഇതോടൊപ്പം തന്നെ ജീവപര്യന്തമടക്കമുള്ള മറ്റ് ശിക്ഷകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും മരണം വരെ തൂക്കിലേറ്റുക എന്നുള്ളൊരു ശിക്ഷയാണ് മാവേലിക്കര സെഷൻസ് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. ഷാജഹാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള പോലീസിന്റെ അന്വേഷണ മികവിനെ എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാകാത്ത ഒരു കേസായി ഇതിനെ വിലയിരുത്തണം. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രതികരണം രേഖപ്പെടുത്തിയ ഈ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കുടുംബമടക്കമുള്ളവർ അന്വേഷണ സംഘത്തിനെ കുറിച്ച് പറയുന്നതും അതുതന്നെയാണ്. ഇപ്പോൾ കോടതിയിൽ ഇത്രയധികം പ്രതികൾക്ക് ഒന്നിച്ച് വധശിക്ഷ ലഭിക്കുന്ന ഒരു ചരിത്രവിധിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ അന്വേഷണ സംഘം വഹിച്ച കൃത്യമായൊരു പങ്ക് എടുത്തു പറയാതെ ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോവുക നിർവാഹമില്ലാത്ത ഒന്നാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ കേസ്, അതായത് ഷാൻ കൊല്ലപ്പെടുന്നു, തൊട്ട് അടുത്ത ദിവസം അതേ തൂക്കത്തിനല്ല അതേപോലൊരു നേതാവിനെ SDPI പ്രവർത്തകർ കൊലപ്പെടുത്തുന്നു. അത് രഞ്ജിത്ത് ശ്രീനിവാസനാണ്. അത് പോലീസിൻ്റെ ആ സമയത്തൊക്കെ തന്നെ പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ പോലീസിനും സർക്കാരിനുമെതിരെ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. കാര്യം ഈ പ്രതികൾ വളരെ പ്ലാൻ ആയിരുന്നു. കാര്യം ഒരിക്കലും എല്ലാവരും മുഖം മൂടി ധരിച്ചിരുന്നു. വണ്ടിയുടെ നമ്പറുകളൊക്കെ തന്നെ അവർ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ്. ഇത്തരത്തിൽ CCTVയിൽ പെടാത്ത തരത്തിൽ അവർ കൊലപാതകം നടത്തിയിട്ട് പലരും പല തരത്തിലേക്ക് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ആലപ്പുഴ DYSP ആയിരുന്ന ജയരാജ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം, അതോടൊപ്പം തന്നെ IG-യും DIG അടക്കമുള്ളവരൊക്കെ തന്നെ ഈ കേസിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഈ കേസിന് വളരെ കൃത്യമായിട്ടൊരു അന്വേഷണ നേതൃത്വം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതികളെ ഓരോരുത്തരെയായിട്ട് പോലീസിന് പിടികൂടാൻ സാധിക്കുകയും ഈ പിടികൂടിയ പ്രതികളെ വെച്ചുകൊണ്ട് തന്നെ കൃത്യമായിട്ട് തെളിവുകൾ ശേഖരിക്കുകയും ആ തെളിവുകളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് കോടതിയിലെത്തുകയും അത് പ്രോസിക്യൂഷന് കൃത്യമായിട്ട് കോടതി
കോടതിയിൽ അവതരിപ്പിക്കാൻ കഴിയുകയും ഈ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്ര വലിയൊരു ശിക്ഷയിലേക്ക് കോടതി എന്തായാലും പോകുന്നത്. അതിൻ്റെയൊക്കെ അന്വേഷണ മികവ് ആദ്യഘട്ടത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാജയം സംഭവിച്ചിരുന്നെങ്കിൽ ഈ പ്രതികളൊക്കെ തന്നെ രക്ഷപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായിട്ടൊരു അന്വേഷണം അല്ലെങ്കിൽ പോലീസ് ടീമിൻ്റെ മികച്ച ഒരു അന്വേഷണത്തിന് വീണ്ടും ഒരു അംഗീകാരം ലഭിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം അത്ര കൃത്യമായിട്ടൊരു അന്വേഷണവും കൃത്യമായ കുറ്റപത്രവും നൽകേണ്ട അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത് പ്രോസിക്യൂഷൻ വാദവും ഒക്കെ തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടന്നിരുന്നത്. അപ്പോൾ നമുക്ക് വാദികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനും ഇപ്പോൾ നമ്മോട് അല്പസമയം മുൻപ് അത് തന്നെയാണ് പങ്കുവച്ചത്. കാര്യം പോലീസിൻ്റെ കൃത്യമായ കുറ്റമറ്റ രീതിയിലുള്ള ഒരു അന്വേഷണം കൊണ്ട് മാത്രമാണ് ഈ കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷയിലേക്ക് പ്രതികളെ എത്തിക്കാനായിട്ട് സഹായിച്ചത് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ രഞ്ജിത്തിൻ്റെ കുടുംബവും അതുതന്നെയാണ് പറയുന്നത്. കാര്യം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം നടന്നു, കൃത്യമായ അന്വേഷണം നടന്നു. അതുകൊണ്ട് അവർ പോലീസിനെ അഭിനന്ദിക്കുന്ന ഒരു സ്ഥിതി അല്പം നമുക്ക് കേൾക്കാൻ സാധിച്ചു. എന്തായാലും കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു, കൃത്യമായ തെളിവുകൾ കൊടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 15 പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും അവർക്കിപ്പോൾ വധശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുന്നു. ഷാജഹാൻ, 14 പേർക്കാണ് വധശിക്ഷ. ഈ 15ാമത് പ്രതിപട്ടികയിലുള്ള 15ാമത്തെ വ്യക്തി ആരാണ്? ആ വ്യക്തിക്കുള്ള ശിക്ഷാവിധി എങ്ങനെയാണ്? അത് 9ാമത്തെ പ്രതിയാണ്. ഈ കേസിലെ 9ാമത്തെ പ്രതിയാണ് ഇന്ന് കോടതിയിൽ ഹാജരാകാതിരുന്നത്. അദ്ദേഹത്തിന് രോഗബാധിതനായി ചികിത്സയിലാണ്. അതുകൊണ്ട് ആശുപത്രി രേഖകളൊക്കെ തന്നെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കോടതിയിൽ എത്തിയ 14 പേർക്കെതിരെയാണ് ശിക്ഷ വിധിച്ചത്. പക്ഷേ ഈ ശിക്ഷ, ഈ ഇത്രയും 15 പേർക്ക് കൊലപാതകങ്ങൾക്കുള്ള ശിക്ഷ, വധശിക്ഷ ഇന്ന് ഹാജരാകാതിരുന്ന വ്യക്തിക്ക് കൂടി ഉണ്ടാകും എന്നുള്ളതാണ് കോടതിയുടെ വിധിപ്പകർപ്പിലുള്ളതെന്നാണ് അല്പം മുമ്പ് അഭിഭാഷകർ നമ്മോട് പങ്കുവച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 15 പേരും ഈ കേസിൽ വധശിക്ഷയ്ക്ക് അർഹരാണ് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. ഏതെങ്കിലും ഘട്ടത്തിലുള്ള പ്രതികരണങ്ങൾ, ഇപ്പോൾ കുടുംബത്തിന്റെ പ്രതികരണം നമ്മൾ കണ്ടു, അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്? പ്രോസിക്യൂഷന്റെ എല്ലാവിധമായ വാദഗതികളും അംഗീകരിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു വിധി ഇപ്പോൾ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടേതായി വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ്, കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കൂട്ടത്തിൽ ഇത് ഉൾപ്പെടുത്തി ആ ഒരു പരിഗണനയിലായിരിക്കണം ഈ കേസ് എടുക്കേണ്ടതെന്നാണ് അവർ കോടതിയോട് ആവശ്യപ്പെട്ടത്. പക്ഷേ പ്രോസിക്യൂഷൻ കൃത്യമായ തെളിവുകളും ഇത് അപൂർവങ്ങളിൽ അപൂർവമായൊരു കേസാണ്. പ്രധാനമായിട്ടും അമ്മയുടെയും അതോടൊപ്പം തന്നെ ഭാര്യയുടെയും കുട്ടിയുടെയൊക്കെ മുന്നിൽ വെച്ച് ക്രൂരമായ രീതിയിൽ ഒരാളെ കൊലപ്പെടുത്തുക, അത് വളരെ അപൂർവമായൊരു കേസാണ്. അതിനെ അങ്ങനെ തന്നെ പരിഗണിക്കണം. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല. ഇത് നേരത്തെ ഇവർ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിരുന്നു കൊലപാതകം നടത്തുന്നതിന് വേണ്ടി. അത്തരം തെളിവുകളൊക്കെ തന്നെ കോടതിയിൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തുകയും അത് ഹാജരാക്കുകയും ചെയ്തു. ഇത്തരം തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പ്രതികളെല്ലാവരും തന്നെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും എല്ലാവർക്കും ഈ വധശിക്ഷ തന്നെ വിധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഷാജഹാൻ, ഈ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്കിപ്പോൾ പോകാൻ സാധിക്കുമോ? പ്രതികൾ ഈ പിഴ അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ വിധിയിൽ പരാമർശമുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. മുഴുവൻ പ്രതികളുടെയും കാര്യത്തിൽ ഇവരെ ഇപ്പോൾ എങ്ങോട്ടേക്കാണ് മാറ്റിയിരിക്കുന്നത്, ആ നിലയ്ക്കുള്ള കാര്യങ്ങളിലേക്കൂടെ? തീർച്ചയായിട്ടും ശിക്ഷാവിധി കഴിഞ്ഞ് പ്രതികളെയൊക്കെ തന്നെ ഇപ്പോൾ പോലീസ് വാഹനത്തിൽ കോടതി കോമ്പൗണ്ടിൽ തന്നെ ഉണ്ട്. അവർക്കിനിയിപ്പോൾ ഇതിൻ്റെ വിധിപ്പകർപ്പും മറ്റും നൽകി മറ്റ് കോടതി നടപടികൾക്ക് ശേഷമായിരിക്കും ഇവരെ ജയിലിലേക്ക് മാറ്റുക. പക്ഷേ ഈ വിധി കേട്ട ശേഷം ഈ പ്രതികളൊക്കെ തന്നെ ജയിലിലോട്ട് ഇറങ്ങി വന്നപ്പോൾ അവരുടെ മുഖഭാവങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ആരും തന്നെ ഈ ഒരു വിധിയിൽ ഞെട്ടലോ അല്ലെങ്കിൽ അത്തരത്തിൽ പെട്ടെന്നുള്ള ഒരു വികാരം, അത്തരം ഒരു യാതൊരുവിധ വികാര പ്രകടനങ്ങളും നമുക്ക് ഈ പ്രതികളിൽ നിന്നും കാണാൻ സാധിച്ചില്ല.